ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഓൺലൈൻ വഴി ഒരു 50 ബോഗൻവില്ല പ്ലാന്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാന്റുകൾ നടുന്ന സമയത്ത് കുറേ ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറേ വളർച്ചയൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ആ ബോഗൻവില്ല പ്ലാന്റുകളുടെ ആദ്യത്തെ വളപ്രയോഗമാണ്. അപ്പോൾ എൻ്റെ ഇതെല്ലാം കാണുന്നതെല്ലാം മദർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും പൂക്കളൊക്കെ പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും പൂക്കളാകാൻ വേണ്ടിയിട്ടാണ് പൊഴിഞ്ഞു തുടങ്ങിയേക്കുന്നത്. പക്ഷേ ഈ പൂക്കളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഭയങ്കര വിഷമത്തോടെയാണ് ഞാനിതെല്ലാം തൂത്തുവാരി കളയുന്നത്. എത്ര വർണ്ണക്കടലാസ് പോലെയുള്ള പൂക്കളാണെന്ന് നോക്കിക്കേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ബോഗൻവില്ല പ്ലാന്റുകൾ. അന്ന് നമ്മൾ കുറേ പോട്ടി മിക്സ് ഒക്കെ ചേർത്ത് വെച്ചതാണ്. അതിനുശേഷം പിന്നീട് വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് പ്ലാന്റുകളെല്ലാം. എല്ലാ പ്ലാന്റുകളും ഒരുപോലെയാണ് നട്ടതെങ്കിലും ഒരുപോലെ അല്ല കേട്ടോ ഇതിൻ്റെയൊക്കെ വളർച്ച വന്നേക്കുന്നത്. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്ന പോട്ടി മിക്സ് എല്ലാം ഒരുപോലത്തെ ആയിരുന്നു. അതായത് ചാണകപ്പൊടിയും മണ്ണും എല്ലുപൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറും എല്ലാം കൂടി ചേർന്ന മിശ്രിതമാണ് ഞാൻ ഇതിനകത്ത് ചട്ടിയിലൊക്കെ നിറച്ചിട്ടുള്ളത്. അതിനകത്തായിരുന്നു കേട്ടോ ഞാൻ പ്ലാന്റുകളെല്ലാം നട്ടിരുന്നത്. അപ്പോൾ പ്ലാന്റുകൾ നടുന്ന സമയത്ത് ഒരില പോലും ഇല്ലായിരുന്ന ഒരു പ്ലാന്റുകളാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ബോഗൻവില്ല പ്ലാന്റുകളൊക്കെ ഇതുപോലെ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് നട്ട് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ കിളിർത്ത് വരുമോ അതോ നശിച്ചു പോകുമോ അങ്ങനെയൊക്കെയുള്ള കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല കേട്ടോ, ഈ പ്ലാന്റുകളൊക്കെ ഓർഡർ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമോ അത് അവർ അയച്ചു തരുമോ അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളുണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ വിപരീതമായിട്ടാണ് കേട്ടോ നടന്നത്. ആ പ്ലാന്റുകളെല്ലാം തന്നെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പ്ലാന്റുകൾ കിട്ടിയത് നല്ല സേഫായിട്ടുള്ള പാക്കിങ്ങിലായിരുന്നു. അതുപോലെ തന്നെ പ്ലാന്റുകൾ കിട്ടിക്കഴിഞ്ഞ ഉടനെ ഞാൻ അതെല്ലാം എണ്ണി നോക്കിയാണ് ആദ്യം തന്നെ ചെയ്തത്. അവർ പറഞ്ഞതുപോലെ തന്നെ 50 പ്ലാന്റുകളും നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ 10 പ്ലാന്റുകൾ, അതായത് 5 കളറ് വെച്ചാണ് ഓർഡർ കൊടുത്തിരുന്നത്. ഓരോ കളറും 10 പ്ലാന്റ് വെച്ച് അങ്ങനെ 50 പ്ലാന്റുകളാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. അപ്പം ഏതൊക്കെ പ്ലാന്റ് ഏതൊക്കെ കളറിലെയാണെന്നുള്ളതൊന്നും നമുക്ക് ഒരടയാളമില്ലായിരുന്നു. സാധാരണ നമ്മൾ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഇതുപോലെ കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്പേഴ്സ് കാണും. ഇന്ന പ്ലാന്റിൻ്റെ ഇന്ന ഒരു കോഡ് പോലെ കാണുന്നതായിരിക്കും. പക്ഷേ ഇതിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് ഫ്ലവറാണ് ഇതിനകത്ത് വിരിയുന്നത് എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്ലവർ വിരിയാനുള്ള ഒരു കാത്തിരിപ്പിലും കൂടിയാണ് കേട്ടോ ഞാനിപ്പം. 50 പ്ലാന്റുകൾ നട്ടിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാം ഇതുപോലെയൊക്കെ കിളിച്ച് വന്നെങ്കിലും പക്ഷേ കുറേ പ്ലാന്റുകൾ എനിക്ക് നഷ്ടം വന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സുകൾ. അപ്പം ഞാൻ കുറച്ചൊക്കെ ചട്ടിയിലും ചിലതൊക്കെ കവറിലുമായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് കുറേ കൂടെ ചിലപ്പം കിളിച്ച് വന്നാലോ എന്ന് വിചാരിച്ച് തന്നെയാണ് കേട്ടോ ഇത് പിഴുതു മാറ്റാത്തത്. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കിളിച്ച് വന്നാലോ എന്ന് കരുതി നിർത്തിയിരുന്നതാണ്ട് ഈ ഒരു കമ്പിനകത്ത് വീണ്ടും മുള പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പുകളൊന്നും പിഴുതു മാറ്റാതെ. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലൊക്കെ വെച്ചേക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിൽ ടെറസിലായിട്ടാണ്. അപ്പോൾ ടെറസിൽ വെച്ച പ്ലാന്റിന് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ വളർച്ച കൂടുതലുണ്ടെന്ന്. അതിനകത്ത് കുറേ കൂടി ഇലകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ട് പ്ലാന്റുകളൊക്കെ. ചില പ്ലാന്റുകൾ ഈ ഒരു പരുവത്തിലും മുരടിച്ച് തന്നെ നിൽക്കുകയാണ്. എന്നാലും താഴെ വെച്ച പ്ലാന്റുകളെക്കാട്ടിലും കുറച്ചും കൂടി ഇലകളൊക്കെ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിലാണ് കേട്ടോ. അപ്പം ഈ ഒരു പ്ലാന്റ് ഇത്രയൊക്കെ ആവുന്നിടം വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. നമുക്കിനി ഇപ്പോൾ ഇതിന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിറയെ പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വളപ്രയോഗമാണ്. അപ്പോൾ ആ ഒരു വളപ്രയോഗം ചെയ്യുന്ന രീതിയാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കുന്ന പോച്ചകൾ വേണം കേട്ടോ ആദ്യം തന്നെ പറിച്ച് കളയാനായിട്ട്. നമ്മൾ ഏതൊരു ചെടിക്ക് വളപ്രയോഗം നടത്തിയാലും ഇതുപോലെ ആ ചെടികളുടെ ചട്ടിയിലൊക്കെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന വളപ്രയോഗം അത് മൊത്തവും ആ കളകൾ അങ്ങ് പിടിച്ചെടുക്കും. അപ്പം ഈ ചെടികൾക്ക് അതിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള വളങ്ങളൊന്നും കിട്ടാതെ വരും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ചട്ടികളിലൊക്കെ ഉള്ള കളകളൊക്കെ പറിച്ച് നീക്കം ചെയ്യുക.
അതുപോലെ തന്നെ നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിലായിട്ട് മണ്ണിളക്കി കൊടുക്കരുത്. ഇതുപോലെ സൈഡിലായിട്ട് വേണം മണ്ണിളക്കി കൊടുക്കാനായിട്ട്. അതിൻ്റെ ചുവട്ടിലായിട്ട് പോയി മണ്ണിളക്കുകയാണെങ്കിൽ അതിൻ്റെ വേരുകൾ പൊട്ടാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ആരും അങ്ങനെ ചെയ്യരുത്. ഏതൊരു ചെടിക്ക് വളപ്രയോഗം ചെയ്താലും നമ്മൾ ചട്ടിയുടെ സൈഡിലായിട്ട് മാറ്റി വേണം ഇതുപോലെ മണ്ണുകൾ ഇളക്കി കൊടുക്കാനായിട്ട്. ബോഗൻവില്ല പ്ലാന്റുകളിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വളമാണിത്. ഇതാണ് DAP. ഇപ്പം DAP ആണ് ഞാൻ ഇതിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ DAP ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് ഒരു 6-7 നണികളാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റുകൾ കരിഞ്ഞു പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ ചെടി നട്ട സമയത്ത് ഇതിൻ്റെ പോട്ടി മിക്സിനകത്ത് ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയും ചകിരിച്ചോറും എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇലയൊക്കെ ഇതുപോലെ വളർച്ച എത്താൻ വേണ്ടിയിട്ട് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടുന്നത് ഇലയല്ല, പൂക്കളാണ്. അപ്പോൾ പൂക്കളാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ DAP ഉപയോഗിക്കുന്നത്. അപ്പോൾ DAP ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ 2 നേരവും ചെടികൾ നനച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ചൂടുള്ള കാലാവസ്ഥയിൽ DAPയും കൂടി ഇട്ട് കഴിഞ്ഞാൽ DAP ചൂടുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ആ DAPയുടെ ചൂടും കൂടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ചെടികളൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഒരു നേരം നനയ്ക്കുന്നവരാണ് നിങ്ങളെങ്കിൽ 2 നേരവും ചെടികൾ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും കൂടി ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക, ലൈക്ക് ചെയ്യുക.